യെസ് ഗായ്സ്, സോ റെയിൽവേ മല്ലു എഞ്ചിനീയർ ഹിയർ. തമ്മിൽ കണ്ട പോലെ തന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ റെയിൽവേയിലേക്കുള്ളൊരു എൻട്രി, അല്ലെങ്കിൽ പറയുന്നത് ഞാൻ എങ്ങനെ ഇതിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. എൻട്രി എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ആദ്യമേ പറയാണ്, ഞാൻ ഇതിലേക്ക് എത്തിച്ചേർന്നതാണ്. ഒരിക്കലും ഞാൻ റെയിൽവേക്ക് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. സോ നമുക്ക് പറയാം വരുന്ന വഴി. സോ നമുക്ക് 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് തന്നെ തുടങ്ങാം. 10ാം ക്ലാസ്സിൽ എനിക്ക് അത്യാവശ്യം നല്ല ഈ സ്റ്റേറ്റ് സിലബസിലായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ പാരൻസിൻ്റെ എക്സ്പെക്റ്റേഷൻ എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റി. സോ നെക്സ്റ്റ് ഈ പറയുന്ന +1 എന്നെ സയൻസ് തന്നെ എടുക്കാനായിട്ട് പാരൻസ് ഡെഫിനറ്റ്ലി അവർ ഫോഴ്സ് ചെയ്തു. പ്ലസ് ഞാനും ഓക്കെ, എൻ്റെ ഫ്രണ്ട്സും അങ്ങനെ തന്നെ ചെയ്യുന്നതുകൊണ്ട് ഞാനും അതുപോലെ തന്നെ ചെയ്തു. ആൻഡ് പ്ലസ് എൻട്രൻസിന് ഏത് എടുക്കണം എന്നുള്ളത് ആ ഒരു സമയത്ത് ഞാനൊരു 90s കിഡ്സ് ആയതുകൊണ്ട് തന്നെ എയ്തർ എഞ്ചിനീയറിങ്, മീനിങ് എയ്തർ എഞ്ചിനീയർ ഓർ ഡോക്ടർ, ഈ 2 പ്രൊഫഷൻ മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അമ്മ പറയുന്നുണ്ടായിരുന്നു, അമ്മയ്ക്ക് ഞാനൊരു ഡോക്ടറായി കാണണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ആൻഡ് പക്ഷേ എനിക്കൊരു ബ്ലഡിനോട് ഭയങ്കര ഒരു പേടിയും വിരക്തിയുള്ള ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ അറ്റ് ദ സ്പോട്ട് തന്നെ ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് പറ്റില്ല. ദെൻ നെക്സ്റ്റ് ടേൺ എന്ന് പറയുന്നത് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതർവൈസ് യു ഗോ ഫോർ എഞ്ചിനീയറിങ്. പ്ലസ് ഏട്ടൻ എഞ്ചിനീയറിങ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയതുകൊണ്ട് തന്നെ എന്നോട് പറഞ്ഞു, ഓക്കെ നീ എഞ്ചിനീയറിങ് എൻട്രൻസ് നീ പ്രിപ്പയർ ചെയ്. അങ്ങനെ ഞാൻ +2 കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇവിടെ തൃശ്ശൂർ PCയുടെ അവിടെ കോച്ചിങ്ങിന് പോയി. ആൻഡ് ആ സമയത്ത് നല്ല രീതിയിൽ പഠിച്ചു. ഈ പറഞ്ഞ പോലെ തന്നെ ഒബ്ജക്റ്റീവ് എല്ലാം എനിക്ക് അത്യാവശ്യം നല്ല രീതിയിലൊരു സ്കിൽ ഉണ്ടായത് കൊണ്ട് തന്നെ കുറേയൊക്കെ അങ്ങോട്ട് ചെയ്യാൻ പറ്റി. ആൻഡ് ഐ ഗോട്ട് എ ഗുഡ് റാങ്ക് ഇൻ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ്. ആൻഡ് അവസാനം അത് കഴിഞ്ഞിട്ട് ഞാൻ തിരുവനന്തപുരത്തൊരു CET എന്ന് പറഞ്ഞൊരു കോളേജ്, ഗവൺമെൻറ് കോളേജ്, നല്ല ഒരു ഗവൺമെൻറ് കോളേജ് തന്നെയായിരുന്നു. അവിടെ ഏകദേശം ഒരു 4 വർഷത്തോളം അടിച്ചു പൊളിച്ചു ഇൻ ദ സെൻസ് ഫുൾ ഓൺ എൻജോയ്. പഠനം എന്നുള്ളതിന് അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ വേറെ ഈ പറയുന്ന തല്ലിപ്പൊളിത്തരം, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ തല്ലിപ്പൊളിത്തരത്തിനും അതേപോലെ തന്നെ എല്ലാ അലമ്പത്തരത്തിനും എല്ലാത്തിനും ഉണ്ടായിരുന്നു. പ്ലസ് പഠിക്കേണ്ട സമയത്ത് പഠിക്കാനായിട്ട് എൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ആ ഒരു കമ്പനി, ആ ഒരു ജോഷ് എല്ലാം വെച്ചിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോയി. ആൻഡ് 4 വർഷം പോയത് അറിഞ്ഞതേ ഇല്ല. മാക്സിമം എന്താ പറയുക, ഒരു ജോളി മൂഡ് തന്നെയായിരുന്നു. ആൻഡ് വിത്ത് 2 സപ്ലി പക്ഷേ ഞാൻ ക്ലിയർ ചെയ്തു ആ ഒരു സമയത്ത് തന്നെ. 4 വർഷത്തിൽ തന്നെ ലാസ്റ്റ് ഇയർ തന്നെ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വൺസ് ഐ പാസ്ഡ് ഔട്ട് ഫ്രം ദ കോളേജ്, പിന്നെ അഗൈൻ ഞാൻ വീട്ടിൽ വന്നിട്ട് പാരൻസിൻ്റെ ചോദ്യമായി, എന്ത് ചെയ്യാൻ നിനക്ക്, അല്ലെങ്കിൽ നീ നിൻ്റെ പ്ലാൻ എന്താണെന്നുള്ളത് ചോദിക്കുമ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ എനിക്കൊന്നുമില്ല, ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് മാത്രമേ, ഞാൻ ഇന്ന് എന്ത് ചെയ്യാമെന്നുള്ള എനിക്ക് ക്വസ്റ്റ്യൻ മാർക്ക് മാത്രമേ എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഫൈനലി ഞാൻ ചിന്തിച്ചു, ഓക്കെ എനിവേ ഞാൻ 4 കൊല്ലം എഞ്ചിനീയറിംഗ് പഠിച്ചു, സോ അത് തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് അതിൽ തന്നെ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാമെന്നുള്ളതായിരുന്നു ഞാൻ ആ ഒരു സമയത്ത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഫൈനലി ഞാൻ അവിടെ തന്നെ, എൻ്റെ നാട് പാലക്കാട് തന്നെയാണ്, പാലക്കാട് തന്നെ ഒരു പുതുതായിട്ട് ആരംഭിച്ചൊരു ഗേറ്റ് കോച്ചിങ് സെൻറ്റർ ഉണ്ടായിരുന്നു. അവിടെ ഞാൻ ഗേറ്റിൻ്റെ കോച്ചിങ്ങിന് വേണ്ടി ഞാൻ പോയി. ആൻഡ് അവിടെയാണ് സത്യത്തിൽ ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്താണെന്നും എന്താണ് തെർമോഡൈനാമിക്സ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒരു ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്ന സാധനം ഞാൻ അവിടെ വെച്ചിട്ടാണ് പഠിച്ചത്. അവിടെ ഉണ്ടായിരുന്ന സാറുമാർ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, ലിജു സാറ് ആൻഡ് ലൈജു സാറ് ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു, ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, എൻ്റെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ആദ്യ അക്ഷരം പഠിപ്പിച്ചെന്ന് സാർ തന്നെയാണ് ലൈജു സാറും ലിജു സാറും. ഈ ഒരു സമയം രണ്ടുപേരെ ഞാൻ ഓർക്കുന്നു. ആൻഡ് അത് കഴിഞ്ഞു. പക്ഷേ ഈ പറയുന്ന പോലെ തന്നെ അന്ന് എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ഗേറ്റ്, ആ സമയമല്ല ഇപ്പോഴാണെങ്കിൽ പോലും തന്നെ ഗേറ്റിന് നല്ല രീതിയിൽ റാങ്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ആ ഒരു ഗേറ്റ് എക്സാമിന് നല്ല രീതിയിൽ റാങ്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് PSUs, അതായത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്, അതായത് IOCL അല്ലെങ്കിൽ പറഞ്ഞ BPCL, അങ്ങനെയുള്ള നല്ല നല്ല പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് കമ്പനീസ് ഉണ്ട്. അതിലേക്ക് ഡയറക്റ്റായിട്ട് റിക്രൂട്ട് ചെയ്യും വിത്ത് ഇൻ്റർവ്യൂ, ഗ്രൂപ്പ് ഡിസ്കഷൻ, അങ്ങനെ എല്ലാം വെച്ചിട്ട് അവർ ഡയറക്ടറായിട്ട് റിക്രൂട്ട് ചെയ്യുക വിത്ത് നല്ലൊരു സാലറിയും ഓഫർ ചെയ്യുന്നത്. അപ്പോൾ അതായിരുന്നു എൻ്റെ ലക്ഷ്യം. പക്ഷേ ഗേറ്റിന് എന്നെ കൊണ്ട് ഈ പറയുന്ന എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ആൻഡ് അവിടെയും തഥൈവ എനിക്കൊന്നും, മീനിങ് ഞാൻ എക്സ്പെക്ട് ചെയ്ത ആ ഒരു റാങ്ക് എനിക്ക് കിട്ടിയില്ല. പിന്നീടും എഗെയിൻ ക്വസ്റ്റ്യൻ, പാരൻസിൻ്റെ ചോദ്യം വന്നു, എന്താണ് വാട്ട് നെക്സ്റ്റ്. എൻ്റെ മനസ്സിൽ പിന്നെ വേറെ
വഴി ഇല്ലായിരുന്നു. ആൻഡ് ഫ്രണ്ട്സിനോട് ചോദിച്ചു എന്താണ് പ്ലാൻ, എന്താണ്. അവരും ഈ പറഞ്ഞ പോലെ നെക്സ്റ്റ് വീണ്ടും ഗേറ്റ് ട്രൈ ചെയ്യാന്ന് പറയുന്നത് വേറെ ആൾക്കാർ പുറത്തേക്ക് പോവുക, ഓരോരോ പ്ലാൻസ് ആയിരുന്നു. പക്ഷെ ഞാൻ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഫ്രണ്ടിന് ഒരു ട്യൂഷൻ കോച്ചിങ് സെൻറ്റർ ഉണ്ടായിരുന്നു, അവിടെ ഞാൻ കുറേ കാലം പഠിപ്പിക്കാൻ പോയി. വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. കാര്യം ഒരു വർഷം ഇതിനു വേണ്ടി ട്രൈ ചെയ്തു, പക്ഷെ കിട്ടിയില്ല. പക്ഷേ ആ ഒരു സമയത്ത് തന്നെയായിരുന്നു ഈ ഒരു റെയിൽവേ എക്സാമിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നതും. ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആഹ് എനിക്ക് ആ ഒരു സമയത്ത് ഈ റെയിൽവേ എക്സാം എഴുതാനും കാര്യം മൊത്തത്തിൽ മടുപ്പായി. ആ ഒരു 1 ഇയർ നമ്മൾ കോച്ചിങ് ചെയ്തു, പക്ഷെ ഒന്നും കിട്ടിയില്ല. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറയാൻ വിട്ടുപോയത് കുറേ പ്രൈവറ്റ് കമ്പനീസിൽ ഞാൻ ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഈ പറയുന്ന പോലെ തന്നെ ഒരു നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യും, പക്ഷേ ഉം, അവിടെ വേറെ ഈ പറയുന്ന പോലെ ബാക്ക് ഡോർ റിക്രൂട്ട്മെന്റ് നടക്കണ്ടായിരുന്നു. അതിലും മൊത്തത്തിലൊരു ഫെഡപ്പ് ആയിട്ടാണ് ഞാൻ പിന്നെ റെയിൽവേ ഇനിയിപ്പോൾ എന്താണ് എന്നുള്ള ആ ഒരു രീതിയിൽ ഇനി എക്സാം ഒന്നും എഴുതണ്ട എന്നുള്ള രീതിയിൽ ഇരിക്കുമ്പോഴാണ് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് അവൻ നിർബന്ധിച്ചിട്ടാണ് സത്യത്തിൽ ഞാൻ ഈ റെയിൽവേ എക്സാം എഴുതിയതും. ആൻഡ് സംഭവം ഐ ഗോട്ട് ക്ലിയർഡ്. അതാണ് ഞാൻ പറഞ്ഞ ഞാൻ ഇതിനു വേണ്ടിയിട്ടല്ല ഞാൻ പ്രിപ്പയർ ചെയ്തത്. പക്ഷേ എൻ്റെ കയ്യിൽ ഞാൻ ഈ പറയുന്ന പോലെ തന്നെ ഒരു ഒബ്ജക്റ്റീവിൽ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഗേറ്റ് എക്സാമിന് വേണ്ടി ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായത് കൊണ്ട് തന്നെ ഒരു വർഷത്തോളം ഞാൻ ഈ ഒബ്ജക്റ്റീവ് എക്സാം പാറ്റേൺ ആയിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഫെമിലിയർ ആയിരുന്നു. പ്ലസ് ഞാൻ വിട്ടുപോയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാൻ വിട്ടുപോയ കാര്യം, ഞാൻ 10th വരയ്ക്കും ഞാൻ ഈ ക്വിസ് കോമ്പറ്റീഷൻസും അതേപോലെ GK ജനറൽ അവയർനെസ് ഇതിനകത്ത് മെൻ്റൽ എബിലിറ്റി ഈ പറയുന്ന ആ ഒരു പാറ്റേൺ ഞാൻ മീനിങ് 5th മുതൽ 10th വരെ ഞാൻ ഫെമിലിയർ ആയിരുന്നു. എനിക്ക് വേറെ സ്കൂളുകളിൽ ക്വിസ് കോമ്പറ്റീഷൻസിനൊക്കെ പോകുന്നുണ്ടായിരുന്നു. സോ എപ്പോഴും എനിക്ക് ആ ഒരു GK ആണെങ്കിലും അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ആ ഒരു പാറ്റേണിൽ ഞാൻ ഫെമിലിയർ ആയതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് ഈ ഒരു റെയിൽവേ എക്സാമിൻ്റെ ഇത് വന്നപ്പോൾ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചുകൊണ്ട് തന്നെ ഞാൻ പോയി എഴുതി, പിന്നെ വന്നു. ദെൻ സംഹൗ ഐ ഗോട്ട് സെലക്റ്റഡ്. സോ ഞാൻ ഒരിക്കലും ഇത് ചെറുതായിട്ട് പറയുന്നതല്ല, പക്ഷേ ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കി എന്താണെന്ന് വെച്ചാൽ നമ്മൾ കീപ്പ് ഓൺ ഡൂയിങ് ദ വർക്ക്. ഞാനതാ പറയുന്നത്, വി ഷുഡ് ബി ഒരു പ്രോസസ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ ചിന്തിക്കണം, നോട്ട് ലൈക്ക് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ റിസൾട്ടിനെ കുറിച്ച് മാത്രമായിരിക്കും നമ്മൾ നമ്മുടെ മൈൻഡ് സെറ്റ് ചെയ്ത് വെക്കുക. സോ നമ്മുടെ പ്രോസസ്സ് എന്താണ് നമ്മൾ ചെയ്യാനുള്ളത്, ജസ്റ്റ് എക്സിക്യൂട്ട് ഇറ്റ്. അത് നമ്മൾ വേറൊരു രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാത്തതിൻ്റെ അപ്പുറത്തേക്കായിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. നമ്മളിപ്പോൾ ഒരു കാര്യം കിട്ടണം എന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കുന്നു, പക്ഷെ അതിന് ബെറ്റർ ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സെയിം ലെവലിലുള്ള ആ ഒരു സാധനം തന്നെ നമുക്ക് കിട്ടിയെന്ന് വരും. സോ എനിക്ക് എൻ്റെ ഒരു ലേണിങ്സ് നിന്ന് മനസ്സിലായ കാര്യമാണ്. സോ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാൻ, എൻ്റെ ഒരു ജസ്റ്റ് ഒരു ജേണി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്നേ ഉള്ളൂ. സോ ഇഫ് യു ഫൈൻഡ് ഇറ്റ് സംവാട്ട് ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ മോട്ടിവേറ്റഡ് ആയി എന്നുണ്ടെങ്കിൽ ഐ ബി ഹാപ്പി. ആൻഡ് അഗെയിൻ ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. സോ ഇഫ് യു ലൈക്ക് ഇറ്റ് അല്ലെങ്കിൽ ഇഫ് യു ഫൈൻഡ് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്, പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്. സോ താങ്ക് യു, ബൈ.